താരരാജാവിന്റെ മകൻ എന്ന താരഭാരം ഇറക്കി വെച്ച് കണ്ടുപരിചയിച്ച കാമുകവേഷവും സുഹൃത്തുവേഷവും എല്ലാം അഴിച്ചുവെച്ച് ഒരു ഹൊറർ ത്രില്ലറിലേക്ക് പുത്തൻ രൂപത്തിൽ അയാളെത്തി. ക്രിഞ്ച് കഥാപാത്രങ്ങൾ മാത്രമേ തനിക്ക് ഇണങ്ങുവെന്ന് പറഞ്ഞ് നെറ്റിച്ചുളിച്ച വിമർശകരെ കൊണ്ട് തന്നെ ഈ കഥാപാത്രമായി മാറാൻ മറ്റാർക്കും ആകില്ലെന്ന് തിരുത്തി പറയിച്ചു. ചുരുങ്ങിയ കഥാപാത്രങ്ങളും കഥാപശ്ചാത്തലവുമുള്ള സിനിമയിൽ പെർഫോമൻസ് കൊണ്ട് അമ്പരപ്പിച്ച് ഇന്നേവരെ നേരിട്ട ട്രോളുകൾക്ക് അയാൾ മറുപടി നൽകി. ഒപ്പം ബോക്സ് ഓഫീസിൽ റെക്കോർഡുകളുടെ കൂമ്പാരം തീർത്ത് അസൂയാവഹമായ മുന്നേറ്റവും. കരിയറിലെ ഹാട്രിക് 50 കോടി, അതും ഒരേ സർട്ടിഫൈഡ് സിനിമയിലൂടെ. തന്റെ ഉള്ളിലെ ഭയത്തെ കണ്ടിരുന്നവരിലേക്കും പകർന്നു നൽകിയ പ്രണവ് തന്റെ അച്ഛനിട്ട റെക്കോർഡുകളും അതേ രീതിയിൽ പകർത്തി വെക്കുന്നു. മോഹൻലാൽ എന്ന ബോക്സ് ഓഫീസ് സാമ്രാട്ടിന്റെ കിങ്ഡത്തെ തന്റേതു കൂടിയാക്കുന്ന പ്രണവ്. DSE എന്ന ഹൊറർ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെട്ടത് രാഹുൽ സദാശിവൻ എന്ന പേരിലൂടെയാണ്. ആ സംവിധായകൻ സെറ്റ് ചെയ്ത ബെഞ്ച് തന്നെയായിരുന്നു ഹാലോവീൻ ദിനത്തിലെത്തിയ സിനിമയ്ക്കായും കാത്തിരിക്കാൻ പ്രേരിപ്പിച്ചത്. ഭൂതകാലവും ഭ്രമയുഗവും കണ്ട് പേടിച്ച പ്രേക്ഷകൻ അതിന് മുകളിൽ ഒന്ന് പ്രതീക്ഷിച്ച് തന്നെയാകും തിയേറ്ററിൽ എത്തിക്കാണുക. ആ പ്രതീക്ഷ തെറ്റിക്കാത്തൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നൽകുകയും ചെയ്തു രാഹുൽ. അതിന് കാതലായത് പ്രണവ് മോഹൻലാൽ എന്ന പെർഫോമറുടെ പ്രകടനമാണ്. അയാളുടെ ഓരോ നോട്ടത്തിലൂടെയും എക്സ്പ്രഷനിലൂടെയും മാനറിസത്തിലൂടെയും കണ്ടിരുന്നവരിലേക്കും പേടി പകർന്നു നൽകാൻ ആ നായകനായി. ക്ലോസപ്പ് ഷോട്ടുകളിലെല്ലാം പ്രണവ് നൽകിയ ഔട്ട്പുട്ടുകൾ ഏതൊരു പ്രേക്ഷകനിലേക്കും ഭയം നിറക്കുന്നതായിരുന്നു. വരാനിരിക്കുന്ന കാലം തന്റേതു കൂടി ആയിരിക്കുമെന്ന് അടിവരയിട്ട പെർഫോമൻസ്. കരിയറിലെ മൂന്നാമത്തെ 50 കോടി നേട്ടമാണ് DSE പ്രണവ് സ്വന്തമാക്കിയിരിക്കുന്നത്, അതും തുടർച്ചയായ സിനിമകളിലൂടെ. അങ്ങനെ ഒരു നേട്ടം മലയാളത്തിൽ ആകെ ഉണ്ടായിരുന്നത് ഒരേ ഒരാൾക്കാണ്, മോളിവുഡിന്റെ ബോക്സ് ഓഫീസ് കിങ് മോഹൻലാലിന്. ഈ വർഷം എത്തിയ 3 സിനിമകളിലൂടെ എമ്പുരാൻ, തുടരും, ഹൃദയപൂർവ്വം എന്നിവയിലൂടെ മോഹൻലാൽ സെറ്റ് ചെയ്ത റെക്കോർഡിന് ഒരാൾ ഒപ്പം എത്തിയിരിക്കുന്നു, പ്രണവ് മോഹൻലാൽ. അച്ഛൻ കൈവച്ച എല്ലാ മേഖലയിലും തന്റെ മുദ്ര കൂടി പതിപ്പിച്ച് പ്രണവ് മുന്നേറുന്ന കാഴ്ച. അവസാനമെത്തിയ വർഷങ്ങൾക്ക് ശേഷം നേടിയത് 81 കോടി. അതിനു മുൻപ് നായകനായെത്തി ഹൃദയം നേടിയത് 53 കോടി. വെറും 6 ദിവസം കൊണ്ട് 50 കോടി കടന്ന DSE. ഹാട്രിക് 50 crores, ലൈക്ക് ഫാദർ ലൈക്ക് സൺ. 10 കോടിക്ക് മുകളിൽ ഓപ്പണിംഗ് ഇട്ടാണ് പ്രണവ് തന്റെ വരവറിയിച്ചത്. മാർക്കോയെ കടത്തിവെട്ടി ഒരേ റേറ്റഡ് മലയാളം ഫിലിം നേടുന്ന ഹൈയസ്റ്റ് ഓപ്പണിംഗ്. പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസവും സിനിമ കുതിപ്പ് തുടർന്നുകൊണ്ടേയിരുന്നു. 2 ദിവസം കൊണ്ട് ആഗോളതലത്തിൽ 25 കോടി. കേരള ബോക്സ് ഓഫീസിൽ മാത്രം ഇതുവരെ നേടിയത് 22 കോടിക്ക് മുകളിൽ. രാഹുൽ സദാശിവന്റെയും ബാക്ക് ടു ബാക്ക് 50 crores കൂടിയാണ് DSE. ഭ്രമയുഗമായിരുന്നു ഇതിന് മുൻപിലെത്തിയത്. ഹൊറർ സിനിമ എന്ന മലയാളിയുടെ സങ്കല്പത്തിന് പുത്തൻ മാനം നൽകിയ സംവിധായകനാകാൻ രാഹുലിനായി. ജിബിൻ ഗോപിനാഥ്, അരുൺ അജികുമാർ തുടങ്ങി സിനിമയിലെ ഓരോ കഥാപാത്രവും ഓരോ മൊമെന്റ്സ് നൽകിയാണ് നമ്മളെ തിയേറ്ററിൽ നിന്ന് പറഞ്ഞയച്ചത്. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റും ടോപ്പ് നോച്ച്. സിനിമാറ്റോഗ്രാഫിയും എഡിറ്റും മ്യൂസിക്കും എല്ലാം ഭയപ്പാടിനെ വല്ലാതെ വർദ്ധിപ്പിച്ച ഒന്നായി. ടീം എഫേർട്ടിന് വിജയം കൂടിയാകുന്നു ഈ ബോക്സ് ഓഫീസ് നേട്ടം. പാൻ ഇന്ത്യൻ ലെവലിൽ റിലീസായെത്തിയ ബാഹുബലിക്ക് പോലും തടുക്കാനോ അടുത്തെത്താനോ ആകാത്ത കുതിപ്പ്. അതിനുമപ്പുറം സിനിമ തുറന്നിടുന്ന ചർച്ചകളാണ് DSE വ്യത്യസ്തമാക്കുന്നത്. കഥ തീരുന്നിടത്ത് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾക്ക് അപ്പുറത്തേക്ക് സിനിമയെ കൊണ്ടുചെന്നെത്തിക്കുന്നു. പ്രണവ് എന്ന നടനെ റീഡിഫൈൻ കൂടി ചെയ്യുകയാണ് DSE. മോഹൻലാലിന്റെ മകൻ എന്ന ലേബലിൽ നിന്ന് പ്രണവ് മോഹൻലാലിലേക്കുള്ള അയാളുടെ ജേണിയുടെ ബിഗിനിങ്. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ നായകനായി ആകെ എത്തിയത് 3 സിനിമകൾ. അതിൽ തന്നെ പെർഫോമൻസിന് സ്പേസ് ലഭിച്ച മൊമെന്റുകൾ വളരെ കുറവ്. എങ്കിലും ആ സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് ആയിരുന്നുവെന്നത് മറ്റൊരു വസ്തുത. സ്നേഹം പകർന്നു നൽകുന്ന കഥാപാത്രങ്ങൾ മാത്രമല്ല, മറ്റേതൊരു ഇമോഷനും തനിക്ക് ആവാഹിക്കാനാകുമെന്ന് കൂടി DSE വ്യക്തമാക്കുന്നു. തന്റെ അച്ഛൻ വെട്ടിയ അതേ പാതയിലൂടെ ഇന്ന് അയാളും നടക്കുന്നു. ബോക്സ് ഓഫീസ് റെക്കോർഡുകളിൽ മോഹൻലാലിനോടൊപ്പം പ്രണവ് എന്ന പേരും വായിക്കപ്പെടുന്നു. 50 കോടി മിനിമം ഗ്യാരണ്ടി നൽകുന്ന നായകനെന്ന് ആളുകൾ അയാളെ വാഴ്ത്തുന്നു. ഈ ഓട്ടം 100 കോടിയിൽ അവസാനിച്ചാൽ അത് മറ്റൊരു റെക്കോർഡാകും. അതിലേക്ക് ഓടിയെത്താൻ പ്രണവിനും രാഹുലിനുമാകട്ടെ.